നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കുടുംബത്തിലെ യുവാവിന്റെ ദാരുണമായ കൊലപാതകം, പ്രതികൾക്കായി പോലീസ് മെനയുന്ന തിരക്കഥ, അതിലെ പാളിച്ചകൾ, ഗുണ്ടാ പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ട്, രണ്ട് ഗുണ്ടാ നേതാക്കളുടെ നാടകീയമായ കീഴടങ്ങൽ, ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം മാധ്യമങ്ങൾ ഓരോ ദിവസവും പുറത്തുകൊണ്ടുവരുന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ, പോൾ ജോർജ് മുത്തൂറ്റ് വധത്തിൽ ഓരോ ദിവസവും ദുരൂഹത ഏറിവരികയാണ്. ആര് കൊന്നു, എന്തിനു കൊന്നു എന്ന പ്രധാന ചോദ്യങ്ങൾക്കുത്തരം എന്നെങ്കിലും കിട്ടുമോ? ഇക്കാര്യമാണ് കവർ സ്റ്റോറി ഇന്ന് പരിശോധിക്കുന്നത്. മുത്തൂറ്റ് ഗ്രൂപ്പ് എന്ന വ്യവസായ കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ പോൾ ജോർജ് കൊല്ലപ്പെട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന ബജറ്റിനേക്കാൾ ആസ്തിയുണ്ടെന്ന് പറയപ്പെടുന്ന ജോർജ് എം മുത്തൂറ്റ് ഗ്രൂപ്പിലെ കണ്ണിയാണ് പോൾ ജോർജ്. നട്ടപ്പാതിരയ്ക്ക് വഴിയോരത്ത് കുറ്റാക്കുറ്റിരുട്ടിൽ കുത്തേറ്റ് ചോര വാർന്ന് മരിച്ചു വീണു യുവ വ്യവസായി. ആരാണ് പോൾ ജോർജിനെ കൊന്നത്? എന്തിനുവേണ്ടി? എങ്ങനെ? ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ആകാംക്ഷയോടെ അന്വേഷിച്ചത്. പോൾ ഓടിച്ചിരുന്ന എൻഡവർ വാഹനം അജി എന്നയാളുടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന ആളുടെ ദേഹത്ത് മോട്ടോർ സൈക്കിളിന് മുട്ടി പള്ളാത്തുരുത്തി എന്ന സ്ഥലത്ത് വെച്ച് അപകടമുണ്ടായി. അപ്പോൾ പോള് വാഹനം നിർത്തിയില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ടെമ്പോ ട്രാവലറിലെ കുറെ ആൾക്കാര് ഈ മോട്ടോർ സൈക്കിളിൽ പരിക്കുപറ്റി വീണ വ്യക്തിയെ സഹായിക്കുകയും അതുപോലെ മോട്ടോർ സൈക്കിള് ഈ എൻഡവർ വാഹനം ഓടിച്ചുപോയ സമയത്ത് അത് നിർത്താത്തതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ നീ എന്താ നിർത്താത്തതെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി. കുറച്ച് പയ്യന്മാര് എല്ലാം പറഞ്ഞതിന് ശേഷം കുറച്ചുപേര് ആ ടെമ്പോ ട്രാവലറിൽ ഈ എൻഡവർ വെഹിക്കിളിനെ ചേസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ തുടങ്ങുന്നു സംശയങ്ങൾ. കൊട്ടേഷൻ സംഘം യാത്ര ചെയ്യാറുള്ളത് നിരവധി വാഹനങ്ങളിൽ കോൺവോയ് ആയിട്ടാണോ? പോകുന്ന വഴിയിലെല്ലാം മൊട കണ്ടാൽ ഇടപെടാൻ ഇവരൊക്കെ വിഡ്ഢികളാണോ? ഒരാലപ്പുഴക്കാരൻ സ്വന്തം വീടു സംരക്ഷിക്കാൻ വിളിച്ചതാണ് കൊട്ടേഷൻ സംഘത്തെ എന്ന് പോലീസ്. ജനങ്ങൾക്ക് കേരള പോലീസിൽ വിശ്വാസമില്ലെന്ന് പോലീസ് ഉന്നതർ തന്നെ സമ്മതിക്കുകയാണോ? കഷ്ടം. പോൾ ജോർജിനെ കൊലപ്പെടുത്തിയ ജ്യോതി ജംഗ്ഷൻ ഒരിറ്റു വെളിച്ചം രാത്രിയിലില്ലാത്ത സ്ഥലമാണത്രേ. അവിടെ പോൾ ജോർജ് വാഹനം നിർത്തി അതിന് കേടുപറ്റിയോ എന്ന് പരിശോധിച്ചു എന്ന് പോലീസ്. കഷ്ടം. പോൾ ജോർജിന്റെ എൻഡവർ പോലെ അതിവേഗമുള്ള ഒരു വാഹനത്തെ ഒരു ട്രാവലറിൽ പിന്തുടരാൻ കൊട്ടേഷൻ സംഘം തയ്യാറായെന്ന് പോലീസ് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്. കഷ്ടം തന്നെ. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കൊട്ടേഷൻ സംഘം ഒരാളുടെ വീട് സംരക്ഷിക്കാൻ പോകുന്ന വഴി മറ്റൊരാളെ വേറൊരു വണ്ടി ഇടിച്ചിട്ട് പോകുന്നത് കണ്ട് പിന്നാലെ പാഞ്ഞുചെന്ന് അയാളെ കുത്തിക്കൊന്നു. ഇതാണ് പോലീസ് ഭാഷ്യപ്രകാരം പോൾ ജോർജ് വധം. ചേസ് ചെയ്തുപോയ ടെമ്പോ ട്രാവലർ അതിന്റെ മുന്നിലായിട്ട് കുറുകെയിട്ടു. പെട്ടെന്ന് ഇവർ തമ്മിൽ ചെറിയ കശവിശയുണ്ടായി. ചെറിയ അസോൾട്ട് നടക്കുന്നു. ആ സമയം ഒരു വ്യക്തി, ഈ ടെമ്പോ ട്രാവലറിൽ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി ഈ പോളിനെ കുത്തുകയാണ് ചെയ്തത്. അറിയപ്പെടുന്ന വ്യവസായ കുടുംബത്തിലെ അംഗം ദാരുണമായി വധിക്കപ്പെടുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായ സംശയങ്ങളുണ്ട്. ഈ കുടുംബവുമായി ആർക്കെങ്കിലും ബിസിനസ് വൈരമുണ്ടോ? അവരിൽ ആരെങ്കിലും ഇതു ചെയ്യാൻ സാധ്യതയുണ്ടോ? കുടുംബത്തിനുള്ളിൽ പോൾ ജോർജിനോട് വിരോധമുള്ളവരുണ്ടോ? ഇതൊന്നുമല്ലാതെ പോളിന് വേറെയും ശത്രുക്കളുണ്ടോ? കുറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൽ കുടുംബ വഴക്കിന്റെ പ്രശ്നമുണ്ടോ എന്ന് വരികയായിരുന്നു. ആ കുടുംബ വഴക്കിൽ അപ്പുറവും ഇപ്പുറവും ആരൊക്കെയാണ്? ബിസിനസ് ഗ്രൂപ്പുകാർ മാത്രമാണോ? രാഷ്ട്രീയത്തിൽപ്പെട്ടവരുണ്ടോ? രാഷ്ട്രീയ നേതൃതലങ്ങളിലുള്ളവരുണ്ടോ? പോൾ എം ജോർജിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? ഈ അറിയപ്പെടുന്ന ഗുണ്ടകളെയും കൂട്ടി സഞ്ചരിക്കുന്ന ഒരു ആളെന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ അന്വേഷണം ആ വഴിക്കൊന്ന് നീങ്ങുമല്ലോ. ഡൽഹിയിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ഫരീദാബാദിലായിരുന്നു എന്നാണ് പറയുന്നത്.
അവിടെ 2007 ജൂലൈ അവസാനമുള്ള ശനിയാഴ്ച ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് മയക്കുമരുന്ന് കേസിലായിരുന്നു. കൊല്ലപ്പെട്ട പോൾ ജോർജിന്റെ ഭൂതകാലവും അത്ര ശുഭകരമായ വാർത്തകളല്ല നൽകുന്നത്. പോൾ ജോർജ് മുമ്പ് ദില്ലിയിൽ വെച്ച് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അന്ന് പോളിനൊപ്പം അറസ്റ്റിലായി തടവുശിക്ഷ അനുഭവിച്ച ചിലർ ഇപ്പോൾ പുറത്തുണ്ടത്രേ. കൂടെ നിന്നിട്ട് തനിച്ചു രക്ഷപ്പെട്ട പോളിനോട് അവർക്ക് പകയുണ്ടായോ? മയക്കുമരുന്ന് ലോബിയുമായി പോൾ ജോർജിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ഒരു വലിയൊരു വ്യവസായ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള്, അതിന്റെ MD സ്ഥാനത്തിരിക്കുന്ന, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തിനാണ് അറിയപ്പെടുന്ന ഗൂണ്ടകളെയും കൂട്ടി സഞ്ചരിക്കുന്നത്? ഈ സഞ്ചരിച്ചവര് ഗൂണ്ടകളും ഗൂണ്ടാ തലവനുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തിനവരെയും കൂട്ടി സഞ്ചരിച്ചു? പിണറായി വിജയൻ ഇത്രയും വലിയ വ്യഗ്രത കാണിക്കുന്നതിനാണ്. അപ്പൊ വിജയൻ എന്തോ നിഗൂഢമായ ഒരു അജണ്ട ഉണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുകയാണ് ഈ കാര്യത്തിൽ. പോളിനൊപ്പം 2 വണ്ടികളിലായി ഉണ്ടായിരുന്ന ഗുണ്ടാ നേതാക്കൾക്ക് ഓം പ്രകാശിനും പുത്തൻപാലം രാജേഷിനും പോൾ ജോർജുമായുണ്ടായിരുന്ന ബന്ധം എന്താണ്? ഗുണ്ടാ നേതാക്കൾ പോളിന്റെ സ്നേഹിതരായിരുന്നോ അതോ സംരക്ഷണത്തിന് കൊട്ടേഷൻ എടുത്തവരായിരുന്നോ? കേരള പോലീസ് ഒന്നും പറയുന്നില്ല. ഓം പ്രകാശും പോൾ ജോർജും തമ്മിൽ അതീവ സ്നേഹമായിരുന്നു എന്ന് ഇതുവരെ കണ്ടെടുത്ത ഫോട്ടോകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് പോലീസ് സമ്മതിക്കുന്നു. കേരള പോലീസിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും തിരക്കഥ പ്രകാരം ഓം പ്രകാശും പുത്തൻപാലം രാജേഷും കീഴടങ്ങിയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ കോടതിയിൽ കീഴടങ്ങിയ 2 പേരെയും 10 മിനിറ്റിനകം ജയിലിലും എത്തിച്ചു. തമിഴ്നാട് പോലീസും കേരള പോലീസിനെ പോലെ അപാരമായ പ്രതിബദ്ധതയുള്ളവർ തന്നെ. ഗുണ്ടാ നേതാക്കളുടെ ചിത്രം ആരും പകർത്താതെ അവിടെയും പോലീസ് ശ്രദ്ധിച്ചു. അതേ കാര്യക്ഷമതയാണ് ഇവിടെ കീഴടങ്ങിയ നേതാക്കളുടെ ദൃശ്യം മാധ്യമങ്ങൾ എടുക്കാതെ കേരള പോലീസും കാണിച്ചത്. ഇനി ഈ ഗുണ്ടാ നേതാക്കളെ നമ്മുടെ പോലീസ് ചോദ്യം ചെയ്യും. എന്ത് കാര്യം? ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് 6 മാസം ജയിലിൽ കിടന്നു വാഴാം, അത്ര തന്നെ. ഓം പ്രകാശും പുത്തൻപാലം രാജേഷും പോൾ ജോർജിനൊപ്പം ഒരേ വണ്ടിയിലാണോ സഞ്ചരിച്ചത്? സ്വന്തം വണ്ടി ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത്? ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ 2 ഗുണ്ടാ നേതാക്കൾ ഒപ്പമുണ്ടായിട്ടും എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല? സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരുത്തരവും ഇതുവരെ പോലീസ് തന്നിട്ടില്ല. മാത്രമല്ല, കൊലപാതകത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ എന്നവണ്ണം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഗുണ്ടാ രാഷ്ട്രീയ ബന്ധവുമാണ്. ആരാണ് ഈ ചർച്ച വഴിതിരിച്ചുവിടുന്നത്? ഒരു ടൈപ്പിലുള്ള വെപ്പണാണെന്നാണ്, ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ. പോൾ ജോർജിന്റെ കഴുത്തിനു പുറകിലെ മുറിവുകളാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളോട് വിശദീകരണം നൽകിയ കാരണങ്ങളല്ല ഡോക്ടർ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിച്ചേർത്തത് എന്ന് വിദ്യാർത്ഥികൾ ആദ്യമേ തന്നെ അടക്കം പറഞ്ഞിരുന്നു. ഇതിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല. ആകൃതിയിലുള്ള കത്തി മുഖ്യപ്രതി കാരി സതീഷിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. പോലീസ് വന്ന് ഇതിലേയും കൂടെ വന്ന് കയറി, ഇവനെയും കൊണ്ടുവന്ന് കയറി കഴിഞ്ഞൊന്നെ ഏതാണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കട്ടിന്റെ കീഴോട്ട് വെച്ച് ഇടയ്ക്കോട്ട് പോലീസ് വെച്ച് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് കൈ വയ്യല്ലോ, മുറിഞ്ഞിരിക്കല്ലേ, അവനെ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കട്ടിലേ വെച്ചു. സാധാരണ RSSകാർ ഉപയോഗിക്കുന്ന കത്തിയാണ്. RSSന്റെ ആക്രമണത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കത്തിയാണ്. സാധാരണ കത്തിയുടെ ഫലമല്ല അത് ചെയ്യാൻ. സാധാരണ കത്തി